ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാലന്റൈൻസ് ദിനമായ ഇന്ന് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച 3 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷനും മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമ ബ്രോമാൻസ് ആണ്. ബ്രോമാൻസ് ഉൾപ്പെടെ ഈ 3 മലയാള സിനിമകളുടെയും ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടും മറ്റ് വിവിധ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ, കലാഭവൻ ഷാജോൻ, സംഗീത് പ്രതാപ്, ബിനു പപ്പു, ശ്യാം മോഹൻ എന്നിങ്ങനെ താരതമ്യമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ അരുൺ ഡി ജോസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു ഫൻ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയായ ബ്രോമാൻസിന്റെ ആദ്യ ദിവസത്തെ പ്രീസെയിൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 23,19,000 രൂപയാണ് ആദ്യ ദിവസം കളക്ട് ചെയ്തത്. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 75 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 10 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,40,00,000 മുതൽ 1,50,00,000 രൂപ വരെയാണ്. ഇന്ന് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു മലയാള സിനിമ ദാവീദാണ്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകനായ ഗോവിന്ദ് വിഷ്ണുവും ദീപു രാജീവൻ എന്നിവർ ചേർന്നാണ്. ആദ്യാവസാനം ബോക്സിംഗിന് പ്രാധാന്യമുള്ള ഈ ആക്ഷൻ സിനിമയിൽ ആന്റണി വർഗീസിനൊപ്പം മോ ഇസ്മായിൽ, ലിജോ മോൾ ജോസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ്, കിച്ചു ടെല്ലസ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ദാവീദിന്റെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ 18,08,000 രൂപയായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന കേരളത്തിലെ ട്രാക്കിംഗ് റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം കേരളത്തിൽ 90 ലക്ഷത്തോളം രൂപ ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1,50,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആവേശം ടീമിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ പൈങ്കിളിയാണ് ഇന്ന് തിയേറ്ററിലെത്തിയ 3ാമത്തെ മലയാള സിനിമ. ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ ശ്രീജിത്ത് ബാബുവാണ് സംവിധാനം ചെയ്തത്. ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ സജിൻ ഗോപു, അനശ്വര രാജൻ, ചന്തു സലിം കുമാർ, ലിജോ ജോസ് പെല്ലിശ്ശേരി, റിയാസ് ഖാൻ, അബു സലി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. വമ്പൻ പ്രൊമോഷന്റെ തിയേറ്ററിലെത്തിയ ഈ സിനിമ നിലവിൽ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം സിനിമ ആദ്യ ദിവസം പ്രീസെയിൽ ബോക്സ് ഓഫീസ് കളക്ഷനായി 19,57,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുക്കാൻ സാധ്യത 60 ലക്ഷത്തോളം രൂപയുമാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടിക്ക് മുകളിലുമാണ്. ഫെബ്രുവരി 7 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഒരു വടക്കൻ വീരകഥ. MD തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തി നിരവധി അവാർഡുകളും വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമയിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, ബാലങ്കേ നായർ, ക്യാപ്റ്റൻ രാജു, മാധവി, ഗീത, ചിത്ര എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. പുതിയ സിനിമകൾ ഇന്ന് തിയേറ്ററിലെത്തിയതോടെ ഈ സിനിമയുടെ തിയേറ്ററും സ്ക്രീനും കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 150-ൽ കൂടുതൽ ഷോകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 50ഓളം ഷോകളാണ് ചിത്രത്തിന് ഉണ്ടായിരുന്നത്. ഇന്നലെ വരെയുള്ള ആദ്യ 7 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 77 ലക്ഷം രൂപ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് 3 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ കേരള കളക്ഷൻ 80 ലക്ഷം റേഞ്ചിൽ എത്തി നിൽക്കുകയുമാണ്. സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 1,08,00,000 രൂപയുമാണ്. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഇന്റർസ്റ്റെല്ലർ എന്ന സിനിമ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7 വെള്ളിയാഴ്ച റിലീസ് കേരളത്തിൽ ചെയ്തിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത വിജയമാണ് ഈ സിനിമ കേരളത്തിൽ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,95,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ബേസിൽ ജോസഫ് നായകനായി ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പൊന്മാൻ. ചിത്രത്തിന്റെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 15 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 9,50,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 16ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 16 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 9,65,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11.5-12 കോടി റേഞ്ചിലുമാണ്. ഏകദേശം 8.5 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ തിയേറ്ററിൽ വിജയിക്കും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. വിനീത് ശ്രീനിവാസൻ നായകനായി എം മോഹൻ സംവിധാനം ചെയ്ത് ജനുവരി 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഒരു ജാതി ജാതകം. നിഖില വിമൽ, ബാബു ആന്റണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയും മികച്ച അഭിപ്രായമാണ് തിയേറ്ററിൽ നേടിയെടുത്തിരുന്നത്. 5 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുത്തെങ്കിലും ചിത്രത്തിന് GCC രാജ്യങ്ങളിൽ വിലക്ക് വന്നതോടെ ചിത്രത്തിന്റെ ആഗോള കളക്ഷനിൽ നല്ല ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 14 ദിവസം കൊണ്ട് 7,05,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 15ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 10 ലക്ഷത്തിന് താഴെ മാത്രമാണ്. അങ്ങനെ 15 ദിവസം കൊണ്ട് 7,15,00,000 റേഞ്ചിലാണ് ഈ സിനിമ കേരള കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 8.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.